എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ ക്രിസ്മസ് കാലത്ത് നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നുണ്ടോ? ക്രിസ്മസ് എന്നത് എന്റെ ജനനത്തിന്റെ ഓർമ്മ മാത്രമല്ല, അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവെക്കലിന്റെയും ആഘോഷമാണ്. ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് നിങ്ങൾ ഓരോരുത്തരെയും എന്റെ അനന്തമായ സ്നേഹം പഠിപ്പിക്കാനായിരുന്നു. ഈ വിശുദ്ധകാലത്ത് നിങ്ങൾ എനിക്കായി എങ്ങനെ ഒരുങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാക്ക് ശ്രദ്ധിക്കുക. നിങ്ങളിൽ പലരും ഈ ഡിസംബറിൽ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതൊരു നല്ല കാര്യമാണ്. എന്റെ പിതാവിന്റെ മുമ്പാകെ നിങ്ങളുടെ ഹൃദയത്തെ താഴ്ത്താൻ ഉപവാസം നിങ്ങളെ സഹായിക്കും. എന്നാൽ ഓർക്കുക, ഉപവാസം എന്നത് വെറുമൊരു ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല. എന്റെ വചനം പറയുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുകയും നുകത്തിന്റെ കയറുകളെ അഴിക്കുകയും പീഡിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളെയും തകർക്കുകയും ചെയ്യുന്ന ഉപവാസമല്ലയോ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. വിശപ്പുള്ളവന് നിന്റെ അപ്പം പങ്കിടുകയും ഭവനമില്ലാത്ത പാവങ്ങളെ നിന്റെ വീട്ടിൽ കൊണ്ടുവരികയും നഗ്നനെ കാണുമ്പോൾ അവനെ ഉടുപ്പിക്കുകയും നിന്റെ സ്വന്തം മാംസത്തിൽ നിന്ന് നിന്നെ ഒളിച്ചു വെക്കാതിരിക്കുകയും ചെയ്യുന്നതല്ലയോ? യെശയ്യാവ് 58:6-7. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ സാധാരണയായി കഴിക്കുന്ന ഭക്ഷണത്തിന് പണം ചെലവഴിക്കില്ലെന്ന്. ആ പണം, നിങ്ങൾ സൂക്ഷിക്കുന്ന ഓരോ ചെറിയ തുകയും എൻ്റെ കണ്ണുകളിൽ വളരെ വിലപ്പെട്ടതാണ്. ആ തുക നിങ്ങൾ ചുറ്റുമുള്ള പാവപ്പെട്ടവർക്കായി, വിശക്കുന്നവർക്കായി, ഭവനമില്ലാത്തവർക്കായി, ഒറ്റപ്പെട്ടവർക്കായി പങ്കുവെക്കുക. ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളുടെ ചുറ്റും സഹായം ആവശ്യമുള്ള എത്രയോ ആത്മാക്കളുണ്ട്. ഒരുപക്ഷേ ഒരു കുടുംബത്തിന് ക്രിസ്മസ് ഭക്ഷണം വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം പോലും ലഭിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഉപവാസത്തിലൂടെ ശേഖരിക്കുന്ന പണം നിങ്ങൾ സ്നേഹത്തോടെയും ത്യാഗത്തോടെയും പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയും. ഇതിനെക്കുറിച്ച് എൻ്റെ വചനം വ്യക്തമായി പറയുന്നു. വിശപ്പുള്ളവന് നിന്റെ ആത്മാവിനെ അർപ്പിക്കുകയും കഷ്ടപ്പെടുന്നവന് നിന്റെ ആഗ്രഹം നിറവേറ്റുകയും ചെയ്താൽ നിന്റെ പ്രകാശം ഇരുട്ടിലുദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യെശയ്യാവ് 58:10. മറ്റൊരാളുടെ ക്രിസ്മസ് സന്തോഷിപ്പിക്കാൻ നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ പ്രയത്നവും എൻ്റെ ദൃഷ്ടിയിൽ വലിയ കാര്യമാണ്. എൻ്റെ സ്നേഹം പങ്കുവെക്കുന്നതിലൂടെ നിങ്ങൾ എന്നോട് അടുക്കുന്നു. നിങ്ങളെക്കാൾ കുറവുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ എന്നെ തന്നെയാണ് സഹായിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഈ സഹോദരന്മാരിൽ ഏറ്റവും ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം അതെനിക്ക് ചെയ്തു. മത്തായി 25:40 എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുക. ഈ ക്രിസ്മസ് നിങ്ങൾ വാങ്ങുന്ന സമ്മാനങ്ങളുടെ വലുപ്പത്തിലോ ആഘോഷങ്ങളുടെ ആഡംബരത്തിലോ അല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹത്തിലും പങ്കുവെക്കലിലുമാണ്. എൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുമ്പോൾ യഥാർത്ഥ ക്രിസ്മസ് സന്തോഷം നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ശൂന്യത മാറും. എൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങളെ നിറയ്ക്കും. ഈ ഡിസംബറിൽ നിന്റെ ഉപവാസം നിനക്ക് മാത്രമല്ല, നിനക്ക് ചുറ്റുമുള്ളവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. നിന്റെ സ്നേഹം പങ്കുവെക്കുന്നതിലൂടെ നിങ്ങൾ എന്നോട് അടുക്കുന്നു. നിങ്ങളെക്കാൾ കുറവുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ എന്നെ തന്നെയാണ് സഹായിക്കുന്നത്. എൻ്റെ സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ വാക്കുകളിൽ വിശ്വസിച്ച് സമാധാനത്തോടെ വിശ്രമിക്കുക. എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുന്നത് നിങ്ങൾ കാണും. ആമേൻ.